നമസ്കാരം. മലയാളത്തിന്റെ മഹാനടൻ ശ്രീ മോഹൻലാൽ വയനാട്ടിൽ സൈനിക വേഷത്തിൽ തന്നെ എത്തിയത്, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക യൂണിഫോമിൽ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലായി എത്തിയത് ആൾക്കാർക്ക് ആശ്വാസവും ആവേശവും പകർന്നു. 3 കോടി രൂപ വിശ്വശാന്തി ഫൗണ്ടേഷൻ, മോഹൻലാലിന്റെ മാതാപിതാക്കളുടെ പേരിലുള്ള ഫൗണ്ടേഷനാണ്, 3 കോടി രൂപ നൽകും. അതോടൊപ്പം സ്കൂൾ പുതുക്കിപ്പണി നൽകും എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. മുണ്ടക്കെ LP സ്കൂളാണ് അദ്ദേഹം പുതുക്കിപ്പണിയെന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ 2-3 വാക്കുകൾ വളരെ വളരെ ഇന്റിമേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഈ നാടുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് മോഹൻലാൽ. പണ്ട് ഇവിടെ ഞങ്ങൾക്കൊരു സ്ഥലമുണ്ടായിരുന്നു. ഏറ്റവും സങ്കടകരമായ കാഴ്ചയാണ് ഇവിടെ കുറച്ച് ദിവസങ്ങളായി കാണുന്നത്. ഒരുപാട് പേർക്ക് ഉറ്റവരെയും ഉടയവരെയും വീടും ഭൂമിയും എല്ലാം നഷ്ടപ്പെട്ടു. ആർമി, പോലീസ്, ദുരിതാശ്വാസ സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, ആരോഗ്യ പ്രവർത്തകർ, ജനങ്ങൾ എന്തിന് കല്ലെടുത്ത് വെച്ച കുട്ടി പോലും നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങൾ കയ്യടി അർഹിക്കുന്നു. ഞാൻ ഉൾപ്പെടുന്ന മദ്രാസ് ബറ്റാലിയൻ ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഒരുപാട് പേരെ കണ്ടെത്താനുണ്ട്. മുകളിൽ പോയി കാണുമ്പോഴാണ് വ്യാപ്തി മനസ്സിലാകുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ്. നഷ്ടപ്പെട്ട ഒന്നും തിരിച്ചു നൽകാനാവില്ല. എന്നിരുന്നാലും വിശ്വശാന്തി ഫൗണ്ടേഷൻ 3 കോടി രൂപ നൽകുന്നു. അതോടൊപ്പം സപ്പോർട്ട് ചെയ്യുമെന്ന് പറയും. മേജർ രവി വിശ്വശാന്തി സ്കൂൾ ഫൗണ്ടേഷന്റെ ഭാഗമാണ്. അദ്ദേഹവും ഈ സ്കൂൾ പുതുക്കിപ്പണിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ മഹാനടൻ മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, മറ്റു പല താരങ്ങൾ, പെട്ടെന്ന് പേര് ഓർമ്മ വരുന്നവരെ പറയുന്നു എന്നുള്ളൂ കേട്ടോ, പെട്ടെന്ന് ആൾക്കാരെ ഓർമ്മ വരുന്നവരെ പറയും. അപ്പോൾ ഇത് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട അവസരമാണ്. നമുക്ക് നൽകേണ്ടതുണ്ട്. നമുക്ക് ചീഫ് മിനിസ്റ്റർ ഫണ്ടിലാകാം, പ്രൈം മിനിസ്റ്റർ ഫണ്ടിലാകാം, ഏതെങ്കിലും സന്നദ്ധ സംഘടനയാകാം. ഒരുപാടൊന്നുമല്ല, നമ്മളാൽ കഴിയുന്ന കാര്യം. എനിക്ക് ഇന്നലെ ആസിഫ് അലി ആയിരുന്നു ഡിജിറ്റൽ മീഡിയയിൽ അദ്ദേഹം നൽകിയത് പങ്കുവെച്ചത്. എത്ര രൂപയെന്ന് മെൻഷൻ ചെയ്തിട്ടുമില്ല. നമ്മളാൽ കഴിയുന്ന ചെറിയ കാര്യങ്ങൾ പങ്കുവെക്കാൻ നമുക്കാകട്ടെ. ഇത് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. റെസ്ക്യൂ ആർമി ചെയ്യും, റിലീഫ് നമ്മൾ ചെയ്യണം. റീഹാബിലിറ്റേഷൻ ഗവൺമെന്റ്, ഒന്നുകൂടെ പറയാം, റെസ്ക്യൂ ആർമി ചെയ്യും, റിലീഫ് നമ്മൾ ചെയ്യണം. റീഹാബിലിറ്റേഷൻ ഗവൺമെന്റ് കൂടെ നേതൃത്വത്തിൽ ചെയ്യണം. അങ്ങനെ മനോഹരമായി കേരളം ഒന്നിച്ച് 2018 അതിജീവിച്ചതുപോലെ ഈ വിഷയത്തിലും അതിജീവിക്കട്ടെ.